ഈ കാണുന്ന ജനസമൂഹത്തെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനെ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ ഒരു ഉറുപ്പിക പോലും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ഒരൊറ്റ ഉറുപ്പിക പോലും കമ്മീഷൻ എടുക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ല. മർക്കത്തുത്തഖാഫത്ത് കിട്ടുന്ന മുഴുവൻ സംഖ്യകളും അത് ആ സ്ഥാപനത്തിന് തന്നെ ചെലവഴിക്കുകയാണ്. അത് ആരെയും നിർബന്ധമായി പിടിച്ചെടുക്കുന്നില്ല. നല്ല മനസ്സുള്ള ആളുകൾ നല്ല മനസ്സിൽ നിന്ന് തരികയാണ്, അല്ലാതെ നാം ആരെയും പിടിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഇത്രയും വളർച്ച നമുക്ക് തന്നത്. 100-ലധികം ഏക്കർ സ്ഥലത്ത് നാം പുതിയ പദ്ധതി യൂണിവേഴ്സിറ്റി പദ്ധതി തുടങ്ങി. അൽഹംദുലില്ലാഹ് അതിന്റെ മസ്ജിദിൽ 10,000-ഓളം ആളുകൾ മഴ കൊള്ളാതെ നിസ്കരിക്കാൻ സൗകര്യമുള്ള മസ്ജിദ്, മൊത്തത്തിൽ 25,000-ഓളം ആളുകൾ പുറത്തും അകത്തുമായി നിസ്കരിക്കാൻ സൗകര്യമുള്ള മസ്ജിദ് ഇൻഷാ അല്ലാഹ് ഈ റമദാനിന്റെ മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ്. ആ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരു ശരീഅത്ത് കോളേജ് വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. അല്ലാഹു തആല അതിനെയും വളർത്തി തരുമാറാകട്ടെ. നേരത്തെ നിങ്ങൾ വീട്ടിലെ ലോ കോളേജ് അൽഹംദുലില്ലാഹ് രാവിലെ കോർട്ടിലേക്ക് കോർട്ടിന്റെ കുപ്പായോട്ട് പോവുകയും ഉച്ചയ്ക്ക് ശേഷം വന്ന് പള്ളിയിലും കോളേജിലും കിതാബ് ഓതി കൊടുക്കുകയും ചെയ്യുന്ന അഡ്വക്കറ്റുമാരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു തആല തൗഫീഖാണത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ യുനാനി മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. UDF ഗവൺമെന്റും LDF ഗവൺമെന്റും ഒരു ഗവൺമെന്റും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് അത് പാസ്സായി കിട്ടി. അൽഹംദുലില്ലാഹ് ഒന്നാമത്തെ ഘട്ടം 5 കൊല്ലം ഇപ്പോൾ കുട്ടികൾ പഠിച്ച് അതിൽ നിന്ന് ഡോക്ടർമാരെ പുറത്തിറക്കി കഴിഞ്ഞു. കേരളത്തിലുടനീളം അവർ യൂനാനി ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ ഉണ്ടാക്കുകയും അവിടെയെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ മാത്രമല്ല, ഗുജറാത്തിലെയും വളരെ ആസ്പത്രി തുടങ്ങി. യൂനാനി ആസ്പത്രി രാത്രി 10 മണിയായാലും ആളുകൾ ഒഴിഞ്ഞു പോകുന്നില്ല. അത്രയും നല്ല പേര് ഗുജറാത്തിൽ നമ്മൾ ആസ്പത്രിക്ക് കിട്ടിക്കഴിഞ്ഞു. ആളുകൾ തൊഴിയായി അവിടെ നിലവന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖാണത്.